കൊച്ചി എടവനക്കാട് കടൽക്കയറ്റം രൂക്ഷമായി തുടരുകയാണ്. പഴങ്ങാട് ഭാഗത്തെ വീടുകളിലൊക്കെ വെള്ളം കയറി. ആദ്യം ആ ദൃശ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആൻമരിയ സണ്ണി വിവരങ്ങൾ വായിച്ചിരുന്നു. ആൻമരിയ, കുറേ അധികം വീടുകളിൽ വെള്ളം കയറിയ അനുഭവം ഉണ്ടായോ? തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഇതിനിടയിലാണ് തീരപ്രദേശങ്ങളിലേക്ക് അതിശക്തമായിട്ടുള്ള കടലാക്രമണം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. തീരപ്രദേശങ്ങളിലെ പലയിടങ്ങളിലും, അതായത് എടവനക്കാട്, പഴങ്ങാട് ഭാഗങ്ങളിൽ, കണ്ണമാലി, ചെറിയ കടവ് ഭാഗങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള കടലാക്രമണമാണ്. പലയിടങ്ങളിലേക്കും വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ ഒരു കടലാക്രമണത്തിൽ ഈ ചെറിയ കടവ് ഭാഗത്തുള്ള ആളുകളെല്ലാവരും ക്യാമ്പുകളിലേക്ക്, ചില ആളുകളെല്ലാം ക്യാമ്പുകളിലേക്ക് മാറി തുടങ്ങിയിരുന്നു. 7 കുടുംബക്കാരടക്കമുള്ള ആളുകളാണ് ക്യാമ്പുകളിലേക്ക് മാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് ഇനിയും കടലാക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ ക്യാമ്പുകൾ വീണ്ടും കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് എറണാകുളത്തുള്ള ഈ പനങ്ങാട് ഭാഗത്ത്, അതായത് എടവനക്കാട് പനങ്ങാട് ഭാഗത്ത് ഇപ്പോൾ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നത്. വേലിയേറ്റം കയറുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കടലാക്രമണം രൂക്ഷമാവാനാണ് സാധ്യത. അത് തന്നെയല്ല, ഇന്ന് കർക്കിടക ബലി നടക്കുന്ന സമയമാണ്, കർക്കിടക വാവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയങ്ങളിലും വേലിയേറ്റം അതിശക്തമാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ എടവനക്കാട് പഴങ്ങാട് ഭാഗത്തും അതോടൊപ്പം തന്നെയുള്ള കണ്ണമാലി, ചെറിയ കടവ് ഭാഗത്തും വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത്. ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്ന കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. എറണാകുളം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം നടന്ന ചർച്ചയിലാണ് ഈ 15-ാം തീയതിക്കുള്ളിൽ ആ ഒരു ഭാഗങ്ങളിലെല്ലാം ജിയോ ബാഗുകൾ നിർമ്മിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. ജിയോ ബാഗുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. പക്ഷേ അത് ഈ പഴങ്ങാട് ഭാഗത്തേക്കൊന്നും ആ ജിയോ ബാഗുകളുടെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല, എത്തിയിട്ടില്ല. ഇത് തന്നെയാണ് ഈ രീതിയിൽ കടലാക്രമണം രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രിതല ചർച്ച നടന്നിരുന്നത്. ഈ ചർച്ചയിലും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രീതിയിലുള്ള കടലാക്രമണം തുടരുകയാണെങ്കിൽ ഇനിയും ആളുകൾക്ക് ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. മഴ ശക്തമാവുകയാണ്, അതോടൊപ്പം തന്നെ കടലാക്രമണവും. ഓക്കെ, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്.